വീട്ടിൽ വളർത്താവുന്ന സംസാരിക്കാൻ കഴിയുന്ന പക്ഷികൾ. ഒന്നാമത് ആഫ്രിക്കൻ ഗ്രേ തത്ത. സംസാരിക്കാനുള്ള കഴിവുകൾ വളരെയധികം പേരുകേട്ട പക്ഷിയാണ് ആഫ്രിക്കൻ ഗ്രേ തത്ത. നൂറുകണക്കിന് വാക്കുകളും ശൈലികളും പഠിക്കാൻ ഇവയ്ക്ക് കഴിയും. അവയ്ക്ക് ശ്രദ്ധ, സാമൂഹിക ഇടപെടൽ എന്നിവ ആവശ്യമാണ്. Here's a mix for you on Amazon Music. I was supposed to be sent away, but they forgot to come and get me. I was a functioning alcoholic, so nobody noticed I moved restless. രണ്ടാമതായി മക്കാവു. മക്കാവുകൾ ഊർജ്ജസ്വലവും ബുദ്ധിമാനും മനുഷ്യന്റെ സംസാരത്തെ അനുകരിക്കാൻ പഠിക്കുന്നവരുമായ പക്ഷികളാണ്. ഒരു വലിയ കൂട്ടിലാണ് ഇവയെ വളർത്തേണ്ടത്. സാമൂഹിക ഇടപെടൽ, സന്തുലിതമായ ഭക്ഷണക്രമം എന്നിവയും ആവശ്യമാണ് ഇവയ്ക്ക്. ലിസ്റ്റിൽ മൂന്നാമത് ആമസോൺ തത്ത. ആമസോൺ തത്തകൾ വളരെയധികം വർണ്ണാഭമായതും കുസൃതിയുള്ളതും മനുഷ്യന്റെ സംസാരത്തെ അനുകരിക്കാനുള്ള കഴിവുകൾക്ക് പേരുകേട്ടതുമാണ്. വലിയ കൂട്, സാമൂഹിക ഇടപെടൽ, വൈവിധ്യമാർന്ന ഭക്ഷണം എന്നിവ ഒക്കെ ഇവയെ വളർത്തുമ്പോൾ ആവശ്യമാണ്. How about hi? Hi. And Spanish, hola. Hola. And ¿qué pasa? ¿Qué pasa? And we don't go fast enough. You want to hurry. Arriba, arriba. Hurry. Arriba, arriba. All right, we're going to sing, okay? Okay. Okay. Can we do old? Very good. A chicken. A chicken. How about a rooster? Did you see a sheep? ലിസ്റ്റിൽ നാലാമതായി കോക്കറ്റു. വളരെയധികം കുസൃതിയുള്ള, വാത്സല്യം തോന്നുന്ന സ്വഭാവമുള്ള പക്ഷിയാണ് കോക്കറ്റു. മനുഷ്യന്റെ സംസാരത്തെ അപ്പാടെ അനുകരിക്കാനുള്ള കഴിവിനും പേരുകേട്ടവയാണ് കോക്കറ്റുകൾ. പെട്ടെന്ന് മനുഷ്യനുമായി ഇണങ്ങുന്ന പക്ഷികൾ കൂടിയാണിവ. അഞ്ചാമതായി കൊണ്യൂർ. കൊണ്യൂറുകൾ വളരെയധികം വർണ്ണാഭമായതും മനുഷ്യന്റെ സംസാരത്തെ അനുകരിക്കാൻ പഠിക്കുന്നതുമായ പക്ഷികളാണ്. ഇവയെ വളർത്തുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം പ്രധാനമാണ്. കൂടാതെ ഇവർ മറ്റു പക്ഷികളുമായി ഇടപെടേണ്ടതും പ്രധാനമാണ്. ആറാമതായി ഇന്ത്യൻ റിംഗ്നെറ്റ് പാരറ്റ്. ഇന്ത്യൻ റിംഗ്നെറ്റ് പാരറ്റുകൾ മനുഷ്യന്റെ സംസാരവും വിസിലും അനുകരിക്കാനുള്ള കഴിവിന് പേരുകേട്ടതാണ്. ആരോഗ്യകരമായ ഭക്ഷണം ഇവയ്ക്ക് വളരെയധികം പ്രധാനമാണ്. കുറച്ചധികം ഇന്ത്യൻ റിംഗ്നെറ്റ് പാരറ്റുകൾ ഒരുമിച്ച് വളർത്തുന്നതാണ് നല്ലത്.